ഹായ് സാജി. എന്തെങ്കിലും പറയാനുണ്ടോ? നാളെയാണ് നമ്മുടെ കളി. എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ച്? ജയിക്കുവോ മക്കളെ? ഷഫ്ന, നമ്മൾ നാളെ ജയിക്കുവോ? ഷെഹറ, നാളെ നമ്മൾ ജയിക്കുവോ? യെസ്. നാളെ നമ്മൾ ജയിച്ചാൽ മാത്രമേ ഈ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്യും. ഷഫ്ന അരിച്ചു പറക്കുന്ന ഷഫ്ന. അതെ അതെ ഷഫ്ന, ഷഫ്ന കണക്കെടുത്തിട്ടാ. ഇതാരോടല്ലേ? ഇത് കൊള്ളാം. ഇതാരോട്? ഷഫിനേക്കാളൊക്കെ എക്സ്ട്രാ ഡിസ്കൗണ്ട്. സാജു സാധനം കിട്ടിട്ടാ. ഓക്കെ, സെറ്റ് എടുത്തു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ മിനിക്കോയിൽ എത്തിയിട്ടുണ്ട്. സോറി, ഉണ്ടാവും. എൻ്റെ കൂടെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷെഹറു, ഒരു ഹൈ കാണിക്കൂ. പുള്ളിക്കാർക്ക് ചെറിയ ടെൻഷനാണ്, കാരണം ഇന്ന് നമ്മുടെ മാച്ച് ഉണ്ട്. അതിൻ്റെ ടെൻഷനൊക്കെ തലയിൽ ഇങ്ങനെ ഏറ്റി വെച്ചേക്കാണ്. അത് ഒരു വെക്കോട്ടെ. പിന്നെ സെക്കൻഡ് വൺ ഷെഫിന. ഷെഫിന് ടെൻഷൻ ഉണ്ടോ? ഷെഫിനൊക്കെ ടെൻഷനില്ല. ഇന്നലെ വരെ ടെൻഷൻ ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു കൂള് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ തേർഡ് വൺ സാജി. ആർ യു ഫ്രീ നൗ? നെക്സ്റ്റ് സാജി ടെൻഷൻ ഉണ്ടോ? ഇല്ല, ചെറിയൊരു പേടി, ടെൻഷനില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കളിക്കാൻ പോവാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മൈ ടീം മെമ്പേഴ്സ്. ഓക്കെ, ബൈ. അപ്പോൾ നമുക്കിനി കളീൻ്റെ വല്ല വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ആഡ് ചെയ്യുന്നില്ല. വേറെ വല്ല വൈബൊക്കെ ആയിട്ടൊക്കെ ഉള്ളത് ഞാൻ എന്തായാലും ആഡ് ചെയ്യും. അപ്പോൾ ബൈ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇൻഡോറിന് കുറച്ച് അടുത്താണ്, പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്താണ്. കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പണ്ട് നമ്മൾ നിന്നത് വേറെ സ്ഥലത്തായിരുന്നു. ഇൻഡോറിന് കുറച്ചും കൂടി അടുത്തായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് ദൂരമായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അത് പറയാൻ വേണ്ടി വന്നതാണ്. ನಾನು ಕಾಟುದಿಡಲಾಗಲೇ ನಾ ಬೇರೊಂದು ಹೈಲೈಟ್ ಹೇಳ್ತಾರೆ. പട്ടാകപ്പകൽ അതിക്രമം. മതി ഷഫാന, ക്യാമറ മതിയാക്കിട്ട് ബാർക്ക. ഗാന്ധിജി, പട്ടിണി കിടന്ന ഗാന്ധിജി.
ഗൈസ് നമ്മൾ കപ്പ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കപ്പ ഇത് യൂട്യൂബിലൊക്കെ വേണ്ടയാ. കപ്പ This is kappa. Kappa is kappa. Kappa എന്ന് വെച്ചാൽ കപ്പയാണ്. കുപ്പ. ഇതിങ്ങനെ പൊട്ടിക്കുക ഗൈസ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്നിട്ട് എടുത്ത് വായിക്കുക. സൂപ്പർ.